സംസാരിക്കാൻ വരുന്നത്. ഇപ്പൊ രാഷ്ട്രീയം, സിനിമ, മനഃശാസ്ത്രം, പിന്നെ ഞാൻ ഈ മറ്റേ ഒരാളെ മോലക്ഷണം പറഞ്ഞു കൊടുക്കും, ശാസ്ത്രം, അങ്ങനെ നോക്കി ഇതിങ്ങനെയൊക്കെ പറയുമ്പോ പല ആളുകൾ അങ്ങനെ രീതിയിൽ വെറുതെ വരുന്നു. അവരും ചെയ്യും അവര് പണിക്കന്മാരുടെ അടുത്ത് പോയി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കണം, അവർക്ക് കാശ് കൊടുക്കണം. നമ്മൾ പൈസ നോക്കാണ്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് വരുമ്പോ സാധനങ്ങൾ എന്തായാലും മേടിക്കും. പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർക്ക് ഇപ്പൊ കേരളത്തിലെ ഇലക്ഷൻ വരുന്ന ഓരോ മണ്ഡലത്തിലെ വിശേഷം, അതല്ലെങ്കിൽ വാർഡിലത്തെ വിശേഷം, ഓരോ ജില്ലയിലത്തെ വിശേഷം, ഇതൊക്കെ അറിയണം. അപ്പൊ അവർക്ക് ഡാറ്റ ഉണ്ടാവില്ല കയ്യില്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള ഐഡിയ ഉണ്ടാവില്ല. അവര് ഈ ചാനൽ ചർച്ചകളൊക്കെ ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളൂ. അപ്പൊ നമ്മളോട് വന്ന് നമ്മൾ കേരളത്തിലെ 140 മണ്ഡലങ്ങള് അല്ലെങ്കിൽ ജില്ലകളിലെ വാർഡിലത്തെ ഇതിന്റെ ജയപരാജയത്തൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവര് വെറുതെ വരില്ലാന്ന്. അവര് സാധനങ്ങൾ മേടിക്കും. ഒന്നില്ലെങ്കിൽ കോഴിമുട്ടയാ, അല്ലെങ്കിൽ എന്തുട്ടേലും മേടിച്ചു, ഈത്തപ്പഴ, അണ്ടിപരിപ്പ, മുന്തിരി, എന്തേലും മേടിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു ഇതുമയാണ് പിടിച്ചിരിക്കുന്നത്. സത്യം എങ്ങനെയുണ്ട് കച്ചവടം? നമ്മുടെ പരിചയക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഈ ചേച്ചി സ്ഥിരം വരുന്ന ആളാണ് നമ്മുടെ. എന്താണ് സാധനം ഒന്നും മേടിക്കാൻ വരാറില്ലേ? വില കൂടുതൽ മാത്രമാണോ പ്രശ്നം? പിന്നെ നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള വരുമാനം ചെലവുണ്ട്, വരുമാനം കൂടുതലില്ല. അതെച്ചാ ചെലവ് കൂടുതലുണ്ട്, വരുമാനം ഇല്ല. അതാണ് കുറച്ച് സാധനം മേടിക്കുന്നത്, ജീവിക്കാൻ പാകില്ല. അതന്നെ എല്ലാത്തിനും വില വയ്ക്കുന്നത്. ഞങ്ങളവിടെ വില കൂടുതലേ കുറവാ. അത്യാവശ്യം സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ, കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരം വരുന്ന ആളുകളുണ്ട് കാലകാലങ്ങള്. അവരാണ് നമ്മുടെ ബലം. അവര് വരുന്നോണ്ടാണ് നിലനിന്ന് പോണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴത്തെ അവസ്ഥയില് നമുക്ക് കൊല്ലപ്പോ ഫോണടിക്കണ്ടല്ലോ, നമ്മള് ഇപ്പൊ കൊല്ലെത്തുന്ന സമയല്ലേ, ലൈസൻസിന് നമുക്കൊരു പൈസ വേണം. പിന്നെ പുതിയതായിട്ട് ഹരിത കർമ്മ സേന എന്നുകൊണ്ട് മാസം മാസം പൈസ മേടിക്കണ്ടേ. തൊഴിൽ നീതി 250 ആയിരുന്നു, അതിപ്പോ 1250 ആക്കി. ഏത് കൊല്ലത്തില് നമുക്ക് ഇത്ര സെയിൽ ഉണ്ട് എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചിട്ട് തൊഴിൽ നീതി 1250 രൂപ 2 വട്ടം അടിക്കും. പിന്നെ ലൈസൻസിന്റെ പൈസ, വാടക, അതിന്റെ മുകളിൽ GST, നികുതിയോട് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഫുട്പാത്തിലൊക്കെ പരിപാടി നടത്തുന്നവർക്കാണെങ്കിൽ നികുതി വേണ്ട, ലൈസൻസും വേണ്ട, ഫുഡ് സർവീസ് ലൈസൻസും വേണ്ട, വാടക വേണ്ട, ഇതൊന്നും വേണ്ട. പക്ഷെ നമ്മൾ മാന്യമായിട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ ഇതെല്ലാം വേണം. പിന്നെ നമ്മള് GST വന്നതിന് ശേഷം കമ്പ്യൂട്ടർ, അപ്പൊ കമ്പ്യൂട്ടർ അടിക്കാനൊരാള്. അപ്പൊ മിനിമം നമുക്കൊരു മാസം ശരിക്കും പറഞ്ഞൊരു കൊല്ലം നോക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെ ചെലവും ഇതിൽ തന്നെയായിട്ട് തന്നെ ഒരു 2 ലക്ഷം രൂപ ആ വഴിക്ക് പോയിരുന്നു. പിന്നെ കറണ്ടിന്റെ പൈസ. അപ്പൊ മിനിമം നമ്മളൊരു കട തുറന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 9000-10000 രൂപ ഒരു ദിവസം നമുക്ക് ചെലവ് വേണം. ഈ ചെലവിനുള്ള കാശ് നമുക്ക് കിട്ടാനായിട്ട് പാകില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ, പിന്നെ ഓൺലൈനിൽ മാർക്കറ്റുകൾ ഉള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പല സാധനങ്ങളും ഓൺലൈനിൽ മേടിക്കുന്ന അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള് പുതിയ തലമുറയിലുള്ളവര് കടയിലേക്ക് വരുന്നൊരവസ്ഥയിലാണ് നമ്മള് പിടിച്ചിരിക്കണതിന്റെ കാരണം. അതൊരു വലിയ പ്രശ്നം എന്ന് പറയാം. നമ്മളിപ്പോ പിടിച്ചിരിക്കണതിന്റെ കാരണം വെച്ചാൽ നമുക്ക് കാലകാലങ്ങളില് നമ്മുടെ കടയിൽ വരുന്ന ആളുകളില്ലേ, മൗത്ത് പബ്ലിസിറ്റിയിൽ നല്ല സാധനം ഉണ്ട്, ഇവിടെ വില കുറവുണ്ട്, ക്വാളിറ്റി ഉണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ പബ്ലിസിറ്റിയിൽ പറഞ്ഞ് പരിചയക്കാര് നമ്മളോട് സ്നേഹമുള്ള ആളുകൾ അവരിങ്ങനെ വരുന്നോണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കണേന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാ? ഞങ്ങളുടെ ഫീൽഡിൽ എന്ന് പറഞ്ഞാല് ഇതന്നെ ഓൺലൈനില് ഭയങ്കര അക്രമമാണ്. ഓൺലൈനിലെ കച്ചവടം കൂടിയുണ്ട്. എല്ലാരും ഞങ്ങളുടെ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ആകുമ്പോ എല്ലാരും ഓൺലൈനിൽ റേറ്റ് നോക്കി ഓർഡർ ചെയ്യാൻ വരുന്നൊക്കെ അതിൽ മേടിക്കുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ ലോക്കൽ കച്ചവടം തീരെ ഇല്ലാണ്ടിരിക്കുക, തീരും പറ്റാത്ത സാധനം മാത്രമേ മേടിക്കുള്ളൂ. അപ്പൊ ഒരു ചെറിയ പിടിച്ചു നിൽക്കുന്ന ഗ്യാരണ്ടിയുള്ള സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളും മേടിക്കാൻ നമ്മൾ നേരിട്ട് വരുന്നോണ്ട് മാത്രം പിടിച്ചിരിക്കണം. അല്ലാത്തതിനെങ്കിൽ ഒരു രക്ഷയില്ല. എല്ലാം ഓൺലൈനിൽ കച്ചവടം നമുക്ക് ഭയങ്കര ഇത് വരണം. പിന്നെ റേറ്റ് ആണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷൻ റേറ്റും. ഓൺലൈൻ കച്ചവടം എന്ന് പറയുമ്പോൾ ഡയറക്ട് മാർക്കറ്റിംഗ് വരണം. അപ്പൊ ഒരു 4 ഇടനിലക്കാരുടെ മാറ്റം വരുമ്പോൾ അതിനുള്ള റേറ്റ് മാറ്റം വരുന്നു.
പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ചെലവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ഇത് പിടിച്ചത് നമ്മള് ശരിക്കും നമ്മുടെ ബ്രാൻഡില് നമ്മുടെ ബിരിയാണി ജേജ ബ്രാൻഡ് ബിരിയാണി, അതുപോലെ നമ്മുടേതായിട്ടുള്ള ഐറ്റംസ്, സ്പെഷ്യൽ ഐറ്റംസ് കുറെ ഡയറക്റ്റ് നമ്മൾ എടുത്തിട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ അവസ്ഥ. അതിനിപ്പോ ജോൺസണിന്റെ ആകുമ്പോ ഫുഡ് ഫീൽഡ് ആകുമ്പോ അങ്ങനെ കുറച്ച് നടക്കും. ഞങ്ങളുടെ ബില്ലിംഗ് മെറ്റീരിയൽ ബ്രാൻഡഡ് ആയിട്ടൊന്നും നമ്മുടെ ബ്രാൻഡിൽ പറ്റില്ല. നമ്മള് ഈ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, സൂപ്പർ മാർക്കറ്റ് കംപ്ലീറ്റ് പോക്കാ, ഹോട്ടലുകള് കംപ്ലീറ്റ് പോക്കാ, കാറ്ററിംഗ് ഫീൽഡുകള് കംപ്ലീറ്റ് പോക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഏതെങ്കിലും ഒരു മേഖലയില് ഒരു വികസനം ഇല്ല. എന്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്ന അവസ്ഥയാണ്. ഒരു 10-15 കൊല്ലം കഴിയുമ്പോ കേരളത്തിലൊരു എന്താ പറയാ ലക്ഷക്കണക്കിന് ചെറുകിട കടക്കാരുണ്ടല്ലോ, ഇവര് മുഴുവനും കൂട്ടിപ്പോവും. ഒരുവിധ ആൾക്കാർ ഇല്ലാണ്ടാവും. അതിപ്പോ ഇപ്പൊ സാധാരണക്കാർ വരെ പുറത്തേക്ക് പോയി തുടങ്ങി. അവര് പോയി ഓട്ടോമാറ്റിക് പിള്ളേര് ഇപ്പൊ ഇപ്പത്തെ യങ്സ്റ്റേഴ്സ് പോയാൽ പിന്നാലെ അപ്പനമ്മനെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് കേരളം കാലിയാവും. പിന്നെ വലിയ മാളുകളൊക്കെ വരും, ആദ്യത്തെ 1-2 പ്രാവശ്യം മാളിൽ പോയിട്ട് ആളുകള് ഒരു നല്ലൊരു പർച്ചേസ് മേടിക്കും. അതോടി കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് പോക്കുണ്ടാവില്ല. ഇവരുടെ ചെലവും കാര്യങ്ങളും അടിച്ചു പൊളിച്ചുള്ള പരിപാടികൾ കാണുമ്പോ 1-2 പ്രാവശ്യം പോണവര് അവിടുന്ന് സാധനം മേടിച്ചാൽ അത്രയും ചെലവ് ചെറുകിട കടകളിലേക്ക് കിട്ടില്ല. അത് മാത്രല്ല, പിന്നെ ഈ വലിയ സൂപ്പർ മാർക്കറ്റ് മാൾ പോലത്തെ ആൾക്കാർക്ക് ബാങ്ക് ഗവൺമെന്റ് നല്ല സപ്പോർട്ട് ഉണ്ട്. അവർക്ക് കൂടുതൽ കട എഴുതി തള്ളാനും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മള് ഒരു 10 ലക്ഷം കട എടുത്താൽ അത് എങ്ങനെ പിടിച്ചു മാറ്റാൻ 20 ലക്ഷമായിട്ട് മേടിക്കുക എന്നുള്ളതാണ്. അവര് 1000 കോടി 2000 കോടി കട എടുത്താലും എഴുതി തള്ള ആൾക്കാർ. നമുക്ക് എഴുതി തള്ളുന്നു വേണ്ട, ഒരു സാവകാശം അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പൊ അവര് പിന്നെ ഓട്ടോമാറ്റിക് ഒരു ബിസിനസ്സിൽ 10,000-15,000 കോടിക്ക് എഴുതി തള്ളിയ എത്ര ലാഭം കിട്ടുന്നത്. ഇതിലിപ്പോ പിന്നെ ലുലു പോലെയുള്ള വമ്പൻ ഇതുകൾ വരുന്നുണ്ടല്ലോ. ഇത് വരണ സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് പറയും ഇവിടെ കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പോകണം, അങ്ങനെ ഭയങ്കര തൊഴിലവസരം. ഈ തൊഴിലവസരം വരുമ്പോ എന്താ, ഈ ചെറുകിട കടക്കാര് മുഴുവനും പൂട്ടി പോയിട്ടാണ് ഇത് വരുന്നത്. അത് ശരിയാ, കുറെ ആൾക്കാര് തൊഴിൽ വരണേ. പ്രത്യക്ഷത്തില് തൊഴിലവസരം പ്രത്യക്ഷത്തില് തൊഴിലവസരം വരെങ്കിലും എന്തുകൊണ്ടിയാ ഞങ്ങളിവിടെ കച്ചവടം ഇല്ലാത്തതിനെ പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് നിങ്ങൾ വന്നത് പിരിവിന്. അത് കാരണം വിട്ടു മാത്രം. അപ്പൊ പ്രത്യക്ഷത്തില് തൊഴിലവസരം ഉണ്ടാവണമെങ്കിൽ പരോക്ഷമായിട്ട് തൊഴിലവസരം നഷ്ടപ്പെടുകയാണ്. പലരും ജോലി പോയിട്ടാണ് ജോലി കിട്ടുന്നത്, അല്ലാണ്ട് പുതിയ ജോലി ഉണ്ടാവണമെന്നില്ല. ഇതിലിപ്പോ എന്താ സംഭവം അറിയാം, ഇതിപ്പോ പിരിവുകാരില്ലേ, ഇപ്പൊ രാഷ്ട്രീയക്കാര് വന്നു, ഇവിടെ പള്ളിക്കാര് വന്നു, അമ്പലക്കാര് വന്നു, അല്ലെങ്കിൽ ഏത് വിഭാഗം ആള് വന്നാലും കടകളിലേക്ക് കയറി നമ്മള് കട തുറന്നു വെച്ചിരിക്കും. പിരിവിന് വരുന്ന മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ട് വരുന്നവർക്ക് ലോക്കലായിട്ട് തന്നെ പിരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓൺലൈനിൽ വെച്ചാൽ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ പോയിട്ടൊന്നും അവർക്ക് പിരിക്കാൻ പറ്റില്ല. ഞങ്ങള് കുരിയച്ചിറ ശാഖയാണ്, അവിടുന്ന് മേടിക്കണം, അവർക്കുള്ള തരണവർക്ക് അതൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ലോക്കൽ കടയല്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ചെലവുകൾ കൂടുതൽ തന്നെ, അത് ഒഴിവാക്കാനും പറ്റില്ല, സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. നമ്മളിവിടെ വന്നിട്ട് ഇത് ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്നും കാണുന്ന ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യണോണ്ട് കുഴപ്പമില്ല. നമുക്ക് കച്ചവടം ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണോണ്ട് കുഴപ്പമില്ല. കച്ചവടം മുഴുവൻ വലിയവർക്കും പോവുക, ചെലവ് മുഴുവൻ ഇവിടെ നമ്മുടെ നാട്ടിൽ ആവറേജ് ഒരു 20,000-25,000 ശമ്പളം കിട്ടാവുന്ന രീതിയില് കിട്ടാൻ കൊടുത്തിട്ട് സ്റ്റാഫിനെ വെച്ചിട്ട് സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോണം. ഒറ്റയ്ക്ക് നടത്താവുന്ന കണ്ടീഷനായി, വേറെ പണിക്കാരനെ വെച്ച് നമ്മൾ തന്നെ നടത്തുക. നമ്മള് ഭാര്യ മക്കളെ കൂടി തന്നെ നടത്തുന്ന രീതിയിൽ അല്ലാത്ത സ്ഥാപനങ്ങൾ കൊണ്ട് പൂട്ടി പോകേണ്ട അവസ്ഥയിൽ വരുന്നത്. ഭാര്യ മക്കളെ നടത്താന്ന് പറഞ്ഞാൽ ശമ്പളം എഴുതാണ്ട് ചെലവില്ല, അപ്പൊ ചെലവില്ല. അങ്ങനെ ശമ്പളം എഴുതി 4 ആൾ പണിയെടുക്കും, 4 ആൾ ശമ്പളം എഴുതി ലാഭം കിട്ടില്ലേ എന്ന് വെച്ചിട്ട് ചെലവ് എഴുതാൻ. സത്യത്തില് ഭരിക്കുന്ന സർക്കാരുകള് നോക്കണെന്ന് കുത്തകക്കാരെ പിന്തുണ കൊടുത്ത് അവര് വഴിക്ക് കംപ്ലീറ്റ് കച്ചവടം വന്ന് ബാക്കിയുള്ളവരെ മുഴുവനും പിച്ചക്കാരാക്കി മാറ്റാന്നുള്ള അതിനാണ്. ഇത് 10-15 ആളുകളെ നിലനിർത്തി ബാക്കി വരുന്ന 85 ആളെയും പിച്ചക്കാരാക്കി മാറ്റാന്നുള്ള വീണ്ടും ഒരു രാജഭരണത്തിന് മുന്നോടിയാണത്. കുറച്ച് ആൾക്കാർ മാത്രം ഇന്ത്യ ഭരിക്കുക എന്നുള്ള ഒരു കണ്ടീഷനിൽ അവരെ കൺട്രോളിൽ പോകും. ബാക്കിയുള്ളവർക്കൊന്നും വേറെ വോയിസോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം ചെല്ലേ, നമുക്കിപ്പോ ഇത്രയും പ്രായമായി, ഇനി മാക്സിമം ഒരു കുറച്ചു കാലം പിടിച്ചെന്നാൽ മതിയെന്ന്. പക്ഷെ നമ്മുടെ മക്കള് അല്ലെങ്കിൽ ഇവർക്കൊക്കെ നമുക്ക് അവരൊക്കെ ജീവനും കൊണ്ട് ഓടിപ്പോളൂ. അതിന് ഒന്നാമത് തന്നെ ഇപ്പൊ ഒരാളുടെ ബിസിനസ്സുകാരും മക്കളും ബിസിനസ്സിലേക്ക് ഇറങ്ങണില്ല. അവരെല്ലാം വേറെ എന്താ പറയുക ഇന്ത്യ വിട്ടു പോണ കേസുള്ള ഒരുവിധം ബിസിനസ്സുകാരും മക്കളൊക്കെ ഇന്ത്യ വിട്ടു പോവാ. കാരണം വെച്ചാൽ അവർക്കറിയാം ബിസിനസ് കൊണ്ട് നടന്നിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് അവര് ജീവനും കൊണ്ട് ഓടിപ്പോവാന്നുള്ള ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ രാജ്യം വികസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വികസിക്കുന്നത് ചില ആളുകളാണ്,
ബാക്കി മൊത്തത്തിൽ നോക്കുമ്പോ രാജ്യം വികസിക്കണോ എന്ന് വെച്ചാൽ 10,000 കോടി ടേൺ ഓവർ നടക്കണോ പറഞ്ഞിട്ടല്ലേ. അത് 1-2 ആൾക്കാരെല്ലാം മാത്രം. അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടുന്ന് നടുനൂർക്കായ ആളുകള്, മിടുക്കന്മാരായ ആളുകള്, കഴിവുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോവാ. അതിനുള്ള എല്ലാരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, വിദേശ രാജ്യങ്ങളിലേക്ക് പോവാ. ഇപ്പൊ നമ്മളെ ഈ മനുഷ്യക്കടത്ത് വഴിക്ക് അല്ലെങ്കിൽ പലതരത്തിലെ ആളുകൾ ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടി പോവാന്ന്. യൂറോപ്യൻ റീജിയനൊക്കെ ഇപ്പൊ കുറെ ആൾക്കാരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാരെ വഴിക്കും പോകുന്നുണ്ട്. ഇവിടെ ഈ ഒരു വിഷയം നമ്മുടെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ സർക്കാരുകളോ മനസ്സിലാക്കുന്നില്ലാന്ന്. ഇവിടെ ചെറുകിടക്കാരെ പിഴിഞ്ഞ് കുത്തകളെ സംരക്ഷിച്ച് എന്താ പറയാ എല്ലാവരും പിച്ചക്കാരാക്കുക എന്നുള്ളൊരു ലൈനാണ്. സമത്വം ഉണ്ടാക്കി എടുക്കുക, എല്ലാവരും ഒരുപോലെ പിച്ചക്കാരാക്കുക, ഈക്വാലിറ്റി ഉണ്ടാവും, എല്ലാവരും ഒരുപോലെ ആവും, എല്ലാ നിലയിലും എല്ലാവരും ഒരുമിച്ച് ആക്കുക എന്നുള്ള അങ്ങനത്തെ അവസ്ഥയില് പോണം. അപ്പൊ ഇതാണ് കേസ്. എന്തായാലും നമ്മളെ പിടിച്ചേക്കണത് പരിചയക്കാര്, നമ്മളോട് ഇഷ്ടമുള്ള ആളുകള്, നമ്മളോട് സ്നേഹമുള്ള ആളുകള്, വ്യക്തിപരമായിട്ട് അടുപ്പുള്ളവര്, പിന്നെ നമ്മളോട് സംസാരിക്കാൻ വരും, പലതരത്തിൽ സംസാരിക്കാൻ വരുന്നത്. ഇപ്പൊ രാഷ്ട്രീയം, സിനിമ, മനഃശാസ്ത്രം, പിന്നെ ഞാൻ ഈ മറ്റേ ഒരാളെ മോലക്ഷണം പറഞ്ഞു കൊടുക്കും, ശാസ്ത്രം, അങ്ങനെ നോക്കി ഇതിങ്ങനെയൊക്കെ പറയുമ്പോ പല ആളുകൾ അങ്ങനെ രീതിയിൽ വെറുതെ വരുന്നു. അവരും ചെയ്യും അവര് പണിക്കന്മാരുടെ അടുത്ത് പോയി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കണം, അവർക്ക് കാശ് കൊടുക്കണം. നമ്മൾ പൈസ കൂടാണ്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് വരുമ്പോ സാധനങ്ങൾ എന്തായാലും മേടിക്കും. പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർക്ക് ഇപ്പൊ കേരളത്തിലെ ഇലക്ഷൻ വരുന്ന ഓരോ മണ്ഡലത്തിലെ വിശേഷം, അതല്ലെങ്കിൽ വാർഡിലത്തെ വിശേഷം, ഓരോ ജില്ലയിലത്തെ വിശേഷം, ഇതൊക്കെ അറിയണം. അപ്പൊ അവർക്ക് ഡാറ്റ ഉണ്ടാവില്ല കയ്യില്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള ഐഡിയ ഉണ്ടാവില്ല. അവർ ഈ ചാനൽ ചർച്ചകളൊക്കെ ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളൂ. അപ്പൊ നമ്മളോട് വന്ന് നമ്മൾ കേരളത്തിലെ 140 മണ്ഡലങ്ങള് അല്ലെങ്കിൽ ജില്ലകളിലെ വാർഡിലത്തെ ഇതിന്റെ ജയപരാജയത്തൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവര് വെറുതെ വരില്ലാണ്. അവര് സാധനം മേടിക്കും. ഒന്നില്ലെങ്കിൽ കോഴിമുട്ടയാ, അല്ലെങ്കിൽ എന്തുട്ടേലും മേടിച്ചു, ഈത്തപ്പഴ, അണ്ടിപരിപ്പ, മുന്തിരി, എന്തേലും മേടിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു ഇതുമയാണ് പിടിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു. അല്ലാണ്ട് അത് ശരിയായ രീതിയിലുള്ള കച്ചവടം, ശരിക്കുള്ള കച്ചവടം അല്ല അത്. എന്തായാലും സമാധാനമായിട്ട് പോട്ടെ, കാണാം. ഓക്കെ. ഓക്കെ.